المدرسة الربانية كونوا ربانيين. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഒരധ്യായത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഖായിദ, ഒരു പൊതു തത്വം വിവരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഇമാം അവറുകൾ പറയുന്നു, വഇദാ കാനൽ ഹുബ്ബു അസ്ല കുല്ലി അമലിൻ മിൻ ഹഖിൻ വബാത്തിലിൻ. സ്നേഹമാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും അസുല് എന്നിരിക്കെ, ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നു, അത് മിൻ ഹഖിൻ വബാത്തിലിൻ, ശരിയായ ഒരു പ്രവൃത്തിയാകട്ടെ തെറ്റായതാകട്ടെ, ഏതൊരു പ്രവൃത്തിയാണ് എങ്കിലും അതിൻ്റെ അടിസ്ഥാനം, അതിന് പ്രേരിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. ഫഅസുലുൽ അഅമാലി ദീനിയ. അപ്പോൾ ഒരാളുടെ സ്നേഹം ശരിയായ വിധമാണ് എങ്കിൽ എന്ത് ചെയ്യും? അത് മുഖേന ഉണ്ടാകുന്ന പ്രവൃത്തി ഹക്കായിരിക്കും. അതല്ല തെറ്റായ രീതിയിലുള്ള സ്നേഹമാണെങ്കിൽ അത് മുഖേന ഉണ്ടാകുന്ന സ്നേഹം എന്തായിരിക്കും? പ്രവൃത്തി ബാത്തുലായിരിക്കും. അപ്പം ഹക്കായ പ്രവൃത്തിയാകട്ടെ ബാത്തുലായ പ്രവൃത്തിയാകട്ടെ, ഇതിലേക്ക് നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തു തന്നെയാണ്? അത് ഈ സ്നേഹം തന്നെയാണ്. ഇതിൻ്റെ ഇമാം അവറുകൾ പറയാണ്, ഫഅസ്ലുൽ അഅമാലി അദ്ദീനിയ ഹുബ്ബുല്ലാഹി വറസൂലി. അതുകൊണ്ട് തന്നെ ദീനിയായ അമലുകളുടെ അടിസ്ഥാനം അത് അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള സ്നേഹമാണ്. അപ്പോൾ ഒരാൾക്ക് എത്രയധികം അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കാൻ സാധിക്കുന്നുവോ എങ്കിൽ അവൻ്റെ ദീനിയായ അമലുകൾ എന്ത് ചെയ്യും? നല്ല മികച്ചതായിരിക്കും. നല്ല രീതിയിലുള്ള പ്രവർത്തികൾ അവനിൽ നിന്ന് വരും. കമാ അസ്ലുൽ അഖ്വാലി ദീനിയത്തി തസ്ദീഖുല്ലാഹി വറസൂലി. ഏതുപോലെ ദീനിയായ വാക്യങ്ങൾ, വാചകങ്ങൾ, അതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിലും റസൂലിലുമുള്ളതായ തസ്ദീഖാണ്. അവരെ സത്യപ്പെടുത്തേണ്ട വിധം സത്യപ്പെടുത്തലാണ്. അതായത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ ഒരാൾ എത്ര സത്യസന്ധത പാലിക്കുന്നുവോ, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള, അതേപോലെ തന്നെ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇവകളിലുള്ളതായ തസ്ദീഖ്, സത്യസന്ധത എത്രത്തോളമുണ്ടോ അതാണ് ഒരാളുടെ വാചകങ്ങളുടെ അടിസ്ഥാനം. അതേപോലെ തന്നെ പ്രവർത്തികളുടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹവുമാണ്. അപ്പോൾ ഇവിടെ
ഇമാം അവറുകൾ രണ്ടായിട്ട് മനുഷ്യനെ തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, ഹക്കിനെ പിന്തുടരുന്നതായ ആളുകളാണ്. ഒരാൾ ശരിയായ വിധം അള്ളാഹുവിനെയും റസൂലിനെയുമാണ് സ്നേഹിക്കുന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്യും? സത്യത്തെ പിന്തുടരുന്ന ആളായിരിക്കും, ഹുദയെ പിന്തുടരുന്ന ആളായിരിക്കും. ഒരാളുടെ സ്നേഹം തെറ്റാണ് എങ്കിൽ അവൻ ഹവയെ പിന്തുടരുന്ന ആളായിരിക്കും. ഇങ്ങനെ ഈ രണ്ട് വിഭജനം ഉണ്ടാകാനുള്ള കാരണം ഈ സ്നേഹമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, വകുല്ലു ഇറാദത്തിൻ തംനഉ കമാലൽ ഹുബ്ബി ലില്ലാഹി വറസൂലി വതുസാഹിമു ഹാദിഹിൽ മഹബ്ബ. ഇനി ഈ പറയുന്ന സ്നേഹത്തിന് വിഘാതമായി മാറുന്ന രണ്ട് വളരെ അപകടം പിടിച്ച കാര്യങ്ങളെയാണ് പറയുന്നത്. ഏതൊരു ഇറാദത്ത് എന്നതുകൊണ്ടോട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ ഇച്ഛകളാണ് ഉദ്ദേശിക്കുന്നത്, ഷഹ്വത്ത്. അതായത് നന്മയിൽ നിന്ന് മനുഷ്യനെ തടയുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഷഹ്വത്താണ്, ദുഷിച്ച ഇച്ഛകൾ എന്ത് ചെയ്യുന്നു, അതിന് വശംവദരാവുകയും അങ്ങനെ നിഷിദ്ധങ്ങളിലും ഹറാമുകളിലും പോയി വീഴുന്നു. വേറൊന്ന് ശുബ്ഹാത്തുകളാണ്, ദീനിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ശുബ്ഹാത്തുകളാണ്. അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള അവരെ തസ്ദീഖ് ചെയ്യുന്നതിൽ, സത്യപ്പെടുത്തുന്നതിൽ ഉണ്ടാകുന്നതായ ശക്കുകളും സംശയങ്ങളും ബിദ്അത്തുകളും എല്ലാം കടന്നു വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ശുബ്ഹാത്തുകൾ ശക്തി പ്രാപിക്കുക. ഇത് രണ്ടും മനുഷ്യൻ എന്ത് ചെയ്യും, അപകടത്തിലാക്കും. അതിന് രണ്ടിനെ കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നത്. വകുല്ലു ഇറാദത്തിൻ, എല്ലാവിധ ഇറാദത്തുകളും അതായത് ഷഹ്വത്തുകളും, തംനഉ കമാലൽ ഹുബ്ബി ലില്ലാഹി വറസൂലി, എങ്ങനെയുള്ളതാണത്? അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ തടയുന്നതായ. അപ്പോൾ ഒരാളുടെ ഹൃദയത്തിൽ ഷഹ്വാത്തുകൾ ശക്തി പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം ഇല്ലാതെയാവും. അപ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം ശക്തമാണ് എങ്കിൽ ഈ പറയുന്ന ഷഹ്വാത്തുകളോടുള്ള സ്നേഹം എന്ത് ചെയ്യും, ഇല്ലാതെയാകും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ഷഹ്വാത്തുകൾ, അത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണതയെ തടയുന്നതായ എല്ലാവിധ ഷഹ്വാത്തുകളും, അതേപോലെ വതുസാഹിമു ഹാദിഹിൽ മഹബ്ബ, ഈ മഹബ്ബത്തിനോട് മാത്സര്യം കാണിക്കുന്നതായ ഈ പറയുന്ന ഷഹ്വത്ത്, അല്ലെങ്കിൽ ഔ ശുബ്ഹത്തിൻ തംനഉ കമാല തസ്ദീഖി, അല്ലെങ്കിൽ ശുബ്ഹാത്തുകൾ ശക്തി പ്രാപിക്കും. എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ തസ്ദീഖ് ഉണ്ടല്ലോ, അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തുക, അവരിലുള്ള വിശ്വാസം എന്ത് ചെയ്യുക, ശക്തിയാർജിക്കുക. ഇതിൻ്റെ സമ്പൂർണ്ണത എന്ത് ചെയ്യും, തടസ്സം വരുത്തും. ശുബ്ഹാത്തുകൾ വരുമ്പോൾ സംശയങ്ങളായി ദീനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, സംശയം വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവരോടുള്ളതായ വിശ്വാസത്തിലുള്ള സത്യസന്ധത എന്ത് ചെയ്യും, കുറയും. ഇങ്ങനെയുള്ള ശുബ്ഹാത്തുകളും അതേപോലെ തന്നെ ഷഹ്വാത്തുകളും ഫഹിയ മുആരിദത്തുൻ ലി അസ്ലിൽ ഈമാനി, അത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിന് എതിരാകുന്ന കാര്യമാണ്, അതിന് എന്ത് ചെയ്യും, തടസ്സമാകും. ഔ മുദ്ഇഫത്തുൻ ലഹു, ഒന്നുകിൽ ഈമാനിൻ്റെ അടിസ്ഥാനത്തെ തന്നെ എടുത്തു കളയും ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ശിർക്കിലേക്കും കുഫറിലേക്കും പോകും. അതല്ലെങ്കിൽ ഈമാനിന് എന്ത് ചെയ്യും, ദുർബലപ്പെടുത്തി കളയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് കാര്യവും, ഷഹ്വാത്തുകളും അതേപോലെ തന്നെ ശുബ്ഹാത്തുകളും. ഫഇൻ ഖവിയത്, അങ്ങനെ ഈ പറയുന്ന ഷഹ്വാത്തും ശുബ്ഹാത്തും ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ, ഹത്താ ആറദത് അസ്ലൽ ഹുബ്ബി വത്തസ്ദീഖി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിന് അതെന്ത് ചെയ്യുന്നു, എതിരായി മാറുന്നു. അതേപോലെ തന്നെ അവരെ സത്യപ്പെടുത്തുന്നതിനോടും എതിരായി മാറിയാൽ കാനത്ത് കുഫ്റൻ ഔ ഷിർക്കൻ അക്ബർ, അത് കഠിനമായ കുഫറിലും വലിയ ഷിർക്കിലും എന്ത് ചെയ്യും, ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. വഇൻ ലം തുആരിദുഹു ഖദഹത് ഫീ കമാലി, ഇനി എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹത്തെ പൂർണ്ണമായിട്ടും അതിനെതിരാകുന്നില്ല, അതല്ല എങ്കിൽ അവരോടുള്ള തസ്ദീഖിനെ, സത്യപ്പെടുത്തലിനെ സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല, അത്ര ശക്തി പ്രാപിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, അത് അവരോടുള്ള സ്നേഹത്തിലും ഈ അവരെ സത്യപ്പെടുത്തുന്നതിലും എന്ത് ചെയ്യും, ഒരു കുറവ് സംഭവിപ്പിക്കും. അതിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് എന്ത് ചെയ്യും, ഇടിവ് വരുത്തുന്നതാണ്. വഅസ്റത് ഫീഹി ളഅഫൻ വഫുതൂറൻ ഫിൽ അസീമത്തി വത്വലബി, അതെന്ത് ചെയ്യും, അവനിൽ ബലഹീനത ഉണ്ടാക്കും. ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ അമലുകൾ ചെയ്യുന്നതിനും അവൻ്റെ തൃപ്തി തേടുന്നതുമായ കാര്യങ്ങളിൽ എന്ത് ചെയ്യും, വീഴ്ച വരുത്തുകയും അതേപോലെ തന്നെ അതിന് സ്വാധീനം ചെലുത്തുകയും അതിൽ ദുർബലതകൾ ഉണ്ടാക്കുകയും ചെയ്യും. വഹിയ തഹജുബുൽ വാസുല വതഖതഉ ത്വാലിബ വതുനക്കിസുർ റാഗിബ്, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് ഒരാളെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിനെ
തടസ്സമാകും. അതേപോലെ തന്നെ അവൻ്റെ തൃപ്തി തേടുന്നതിന് തൊട്ടെന്ത് ചെയ്യും, മുറിച്ചു കളയും. ഒരു മനുഷ്യനെ അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവനെന്ത് ചെയ്യും, തലകീഴാക്കി മറിച്ചു കളയുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന, അതായത് ഷഹ്വത്തുകളും ശുബ്ഹാത്തുകളും ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫലാ തസ്ഹിഹുൽ മുവാലാത്തു ഇല്ലാ ബിൽ മുആദാത്ത്. അതുകൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മുവാലാത്ത് വേണം, അവനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കണം. എങ്കിൽ മുആദാത്ത് കൂടിയേ തീരൂ. ഈ പറയുന്ന തിന്മകളോട് അല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം ഉണ്ടാക്കുന്നതിനെ തൊട്ട് തടസ്സമാകുന്ന കാര്യങ്ങൾ, അവരെ സത്യപ്പെടുത്തുന്നതിനെ തൊട്ട് വിഘാതമാകുന്ന കാര്യങ്ങൾ, അതിനോട് ശത്രുത വച്ച് പുലർത്തുക എന്നുള്ളത് അനിവാര്യമാണ്. ഇതില്ലാത്ത കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല, അവനക്ക് അള്ളാഹുവുമായിട്ടുള്ള മുവാലാത്ത്, ആ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക തന്നെയില്ല. കമാ ഖാല തആല അൻ ഇമാമിൽ ഹുനഫാഇ അൽ മുഹിബ്ബീന അന്നഹു ഖാല ലിഖൗലിഹി. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹിബ്ബീങ്ങളുടെ ഹുനഫാക്കളുടെ ഇമാമായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ, ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ്. എങ്ങനെയാണ് ഈ ഖുല്ലത്ത് കിട്ടിയത്? അള്ളാഹുവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് പിന്നീട് കിട്ടിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഖുല്ലത്തിൻ്റെ പദവി കിട്ടിയ വേറൊരാൾ. ഈ പദവി വേറൊരാൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, ആർജിക്കാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ മുവാലാത്ത് കരഗതമാക്കിയത്? അള്ളാഹുമായിട്ടുള്ള ഈ ഉറ്റബന്ധം സ്ഥാപിച്ചത് എങ്ങനെയാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, അഫറഅയ്തും മാ കുന്തും തഅബുദൂൻ. അവരുടെ ജനതയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അൻതും വ ആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെക്കുറിച്ച്, നിങ്ങളുടെ ആരാധ്യരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഫഇന്നഹും അദുവ്വുൻ ലീ, തീർച്ചയായും അവർ എൻ്റെ ശത്രുക്കളാണ്, അതിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, ശത്രുത പുലർത്തുന്നു. ഇല്ലാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനിനോടൊഴികെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, കൂടെ എന്ത് ചെയ്യുന്നു, വേറെ പല സൃഷ്ടികൾക്കും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനോട് എന്ത് ചെയ്യുന്നു, ശത്രുതയാണ്. അപ്പം ഈ ശത്രുത വച്ച് പുലർത്തൽ, അത് ആണെന്ത്, അള്ളാഹുമായിട്ടുള്ള മുവാലാത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതില്ലാതെ സാധ്യമല്ല. അത് കലിമത്തു തൗഹീദ് പോലെ തന്നെയാണ്. തിരസ്കാരവും അതേപോലെ തന്നെ സ്ഥിരീകരണവും അനിവാര്യമാണ് തൗഹീദിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകല ആരാധ്യരെ എന്ത് ചെയ്യണം, തള്ളി പറയണം ആദ്യം. അതിനുശേഷം എന്ത് ചെയ്യണം, സ്ഥിരീകരണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കണം. ഇത് ഈ പറയുന്ന മുവാലാത്ത് ലഭ്യമാകാൻ അനിവാര്യമായ കാര്യമാണ്. വീണ്ടും ഇമാം അവറുകൾ പറയുകയാണ്, ഫലം തസ്ഹിഹ ലി ഖലീലില്ലാഹി അൽ മുവാലാത്തു വൽ ഖുല്ലത്തു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്, അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അദ്ദേഹം കൈവരിച്ചിരിക്കുന്ന ആ മുവാലാത്ത്, ആ ഉറ്റബന്ധം, ഖുല്ലത്ത്, ഖലീലാവുക എന്നുള്ള കാര്യം, അത് ശരിയാകുമായിരുന്നില്ല, ശരിയായിട്ടില്ല. ഇല്ലാ ബി തഹ്ഖീഖി ഹാദിഹിൽ മുആദാത്തി, ഈ ശത്രുതയെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതുവരെയും. ഈ ശത്രുത സ്ഥാപിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ശത്രുത വെക്കേണ്ടതിനോട് ശത്രുത വച്ചപ്പോഴാണ് ഈ പറയുന്ന മുവാലാത്ത് സാധ്യമായി തീർന്നത്. ഫഇന്നഹു ലാ വലാഅ ഇല്ലാ ബിൽ ബറാഅത്തി, വലാ ഉണ്ടാവുകയില്ല, ബന്ധസ്ഥാപനം സാധിക്കുകയില്ല എന്തുകൊണ്ടല്ലാതെ, ബന്ധവിച്ഛേദനം നടത്തൽ കൊണ്ടല്ലാതെ. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ, അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്, ബന്ധവിച്ഛേദനം നടത്തേണ്ടവരോട് നടത്തേണ്ടതുണ്ട്, അത് അനിവാര്യമാണ്. മിൻ കുല്ലി മഅബൂദിൻ സിവ, അവനൊഴികെയുള്ള സകല താഗൂത്തുകളോടും ആരാധ്യരോടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ബറാഅത്ത് പറയേണ്ടതുണ്ട്, ബന്ധവിച്ഛേദനം നടത്തേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധിക്കുകയുള്ളൂ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് നല്ല ഒരു മാതൃകയുണ്ട്. ഏതാണത്? ഇബ്രാഹിം അലൈഹിസ്സലാമിൽ മാത്രമല്ല, വല്ലദീന മഅഹു, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. മുഹമ്മദ് നബിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അവരുടെ ജനതയോട് പറഞ്ഞതായ സന്ദർഭം, ഇന്നാ ബുറാഉ മിൻകും,
ഞങ്ങൾ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബറാഅത്ത് പറയുന്നു. നിങ്ങളുമായിട്ട് ഞങ്ങൾ അകലം പാലിക്കുക തന്നെയാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ മാറി നിൽക്കുന്നു. അതുമായിട്ട് ഞങ്ങൾക്ക് എന്തില്ല, ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ബന്ധത്തിൽ നിന്ന് അകന്നു മാറുകയും മുആദാത്ത് കാണിക്കുകയും ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഖുല്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം കരസ്ഥമാക്കിയത്. വീണ്ടും വഖാല തആല, അല്ലാഹു തആല പറയുന്നത് കാണാം, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും തന്റെ ജനതയോടും പറഞ്ഞതായ സന്ദർഭം, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവകളിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്, അതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ, ആരാണോ എന്നെ സൃഷ്ടിച്ചവൻ അവനൊഴികെ അവൻ എനിക്ക് എന്ത് ചെയ്യും? വഴി കാണിച്ചു തരും. എന്നിട്ട് അള്ളാഹു പറയാണ്, വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ, ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ ഒരു നിലപാടുണ്ടല്ലോ, ബന്ധം വിച്ഛേദിക്കുന്നവരോട് വിച്ഛേദിക്കുക, സ്ഥാപിക്കേണ്ടവരോട് സ്ഥാപിക്കുക, ഈ പറയുന്ന കാര്യം വജഅലഹ, അതിനെ ആക്കിയിരിക്കുകയാണ് കലിമത്തൻ ബാഖിയ, അവശേഷിക്കുന്ന ഒരു കലിമത്താക്കിയിട്ട് അള്ളാഹു എന്തിരിക്കുകയാണ്? സ്ഥാപിച്ചിരിക്കുകയാണ്. ഫി അഖ്ബിഹി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിൻഗാമികൾക്ക് വേണ്ടിയിട്ട്, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഈ മുആദാത്തും മുവാലാത്തും ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം പിൻഗാമികൾക്ക് വിട്ടേച്ചു പോയിരിക്കുകയാണ്. എന്നെന്നും അവശേഷിക്കുന്ന കലിമത്തൻ ബാഖിയ ആയിട്ട്, എന്നെന്നും അവശേഷിക്കുന്ന ഒരു വാക്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഈ നിലപാടിന് വിട്ടേച്ചു പോയിരിക്കുകയാണ്. അതായത് ബന്ധവിച്ഛേദനവും ബന്ധം സ്ഥാപിക്കലും എന്നുള്ളതിന് അതായത് ജഅല ഹാദിഹിൽ മുവാലാത്ത ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഈ ബന്ധം സ്ഥാപിക്കലിനെയും വൽ ബറാഅത മിൻ കുല്ലി മഅബൂദിൻ സിവാ, അവന് പുറമെയുള്ള സകല മഅബൂദിങ്ങളോടുമുള്ള ബറാഅത്തിനെയും ബന്ധവിച്ഛേദനത്തെയും എന്ത് ചെയ്തിരിക്കുന്നു? കലിമത്തൻ ബാഖിയത്തൻ, അവശേഷിക്കുന്ന ഒരു വാക്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നിശ്ചയിച്ചിരിക്കുകയാണ്. ഫി അഖ്ബിഹി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിൻഗാമികളിൽ, യതവാറസുഹൽ അംബിയ, അതിനെന്ത് ചെയ്യുന്നു? അംബിയാക്കൾ അനന്തരമെടുത്തുകൊണ്ടിരിക്കുന്നു. വഅത്ബാഉഹും, ആ അംബിയാക്കളുടെ അവരെ പിന്തുടരുന്നവരും ഈ കലിമത്തുൻ ബാഖിയെ എന്ത് ചെയ്യുന്നു? പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിന് അനന്തരമെടുത്തുകൊണ്ടിരിക്കുന്നു. ബഅദുഹും അൻ ബഅദിൻ, ചിലർ ചിലരെ തൊട്ട് ഇങ്ങനെ അനന്തരമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം വിട്ടേച്ചു പോയിട്ടിരിക്കുന്ന അനന്തര സ്വത്താണെന്ത്? ഈ പറയുന്ന മുവാലാത്തും ഈ മുആദാത്തും, ഈ അതേപോലെ തന്നെ ബറാഅത്തും മുവാലാത്തും, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം വിട്ടേച്ചു പോയിരിക്കുന്നതാണ്. അതിന് അമ്പിയാക്കൾ, ശേഷം വന്നിരിക്കുന്ന അമ്പിയാക്കളും അവരുടെ പിന്തുടർച്ചക്കാരും എന്ത് ചെയ്യുകയാണ്? തലമുറകളായിക്കൊണ്ട് അനന്തരമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ അഭിമാനിക്കേണ്ടവരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഈ കാര്യം ഇത് ശരിയായി മനസ്സിലാക്കുകയും അതിന് മുറുകെ പിടിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ഒരാൾക്ക് പിതാവിൽ നിന്നോ അവൻ ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് ഒരു സമ്മാനം കിട്ടി, അനന്തരമായിട്ടൊരു കാര്യം കിട്ടി, എന്നാൽ അവനെന്ത് ചെയ്യും? ഇഷ്ടമുള്ള ഒരു നല്ലൊരു വസ്തുവിനെ കിട്ടിയാൽ അവനതിൻ്റെ പേര് സന്തോഷിക്കും. തനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ത് ചെയ്തു? അവനക്ക് അവശേഷിപ്പായിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് പിൻഗാമികൾക്ക് വേണ്ടി ഒരു കാര്യം വിട്ടേച്ചു പോയാൽ അതിൽ അഭിമാനിക്കേണ്ടവരാണെന്ത്? അത് കിട്ടുന്ന ആളുകൾ. അപ്പോൾ ഈ പറയുന്ന മുവാലാത്തും അതേപോലെ തന്നെ ബറാഅത്തുമെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാം വിട്ടേച്ചു പോയിരിക്കുകയാണ്. അതിന് അനന്തരമെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിൽ സന്തോഷിക്കേണ്ടതുണ്ട്. ശേഷം വന്നിരിക്കുന്ന അമ്പിയാക്കളഖിലവും അവരുടെ അത്ബാഅകൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ അനന്തരമെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇമാം ഔറൂർ പറഞ്ഞു, വഹിയ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തന്നെയാണ്. വഹിയല്ലത്തി വറസഹാ ഇമാമുൽ ഹുനഫാഇ ലിഅത്ബാഇഹി, അതാണ് ഹുനഫാക്കളുടെ ഇമാം ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അനന്തരമായി നൽകിയിട്ട് പോയത് എന്ത് തന്നെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വിട്ടേച്ചു പോയത് ഈ കലിമത്തു തൗഹീദാണ്. വഹിയൽ കലിമത്തുല്ലത്തി ഖാമത് ബിഹൽ അർദു വസ്സമാവാത്ത്, ആകാശങ്ങളും ഭൂമിയും നിലകൊള്ളുന്നത് തന്നെ അതിന്റെ പേരിലാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്. വഫതറല്ലാഹു അലൈഹ ജമീഅൽ മഖ്ലൂഖാത്ത്, മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ഹദീസിൽ കാണാം, ഖലഖ്തു ഇബാദി ഹുനഫാ, എൻ്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചത് ഹുനഫാക്കളായിക്കൊണ്ടാണ്, സത്യത്തിൽ നിലകൊള്ളുന്നവരായിക്കൊണ്ടാണ്.
ഫഅതതുഹുമു ഷയാത്തീൻ, എന്നിട്ട് ശൈത്താന്മാർ എന്ത് ചെയ്തു? അവരെ സമീപിച്ചു. ഫജ്താലതുഹും അൻ ദീനിഹിം, എന്നിട്ട് അവരുടെ ദീനിൽ നിന്ന്, ഈ ഹനീഫിൽ നിന്ന് അവരെന്ത് ചെയ്തു? തെറ്റിച്ചു കളഞ്ഞു. അപ്പോൾ മനുഷ്യർ മുഴുവൻ അള്ളാഹു സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വഅലൈഹ ഉസ്സിസത്തിൽ മില്ലത്തു വനുസിബത്തിൽ ഖിബ്ല, മില്ലത്തുകൾ സമുദായങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പേരിലാണ് ഖിബ്ല സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വജുരിദത് സുയൂഫുൽ ജിഹാദ്, ജിഹാദിനു വേണ്ടി വാളുകൾ അതിന്റെ ഉറകളിൽ നിന്ന് ഊരപ്പെട്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വഹിയ മഹ്ദു ഹഖ്ഖില്ലാഹി അലാ ജമീഇൽ ഇബാദ്, ഇത് മുഴുവൻ അടിമകളുടെ മേലും നിർബന്ധമായ ബാധ്യതയാണ്, അള്ളാഹുവിനുള്ള അവകാശവുമാണ്, അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ, ജനങ്ങളുടെ മേൽ നിർബന്ധമായ കാര്യം, അള്ളാഹുവിന് കിട്ടേണ്ട അവകാശമാണെന്ത്? അവർ മുഴുവനും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വഹിയൽ കലിമത്തുൽ ആസിമത്തു ലിദ്ദമി വൽ മാലി വദ്ദുർരിയതി ഫീ ഹാദിഹി ദാർ, ഈ ദുനിയാവിൽ ഒരാളുടെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ സന്തതികൾ, കുടുംബവുമെല്ലാം സംരക്ഷിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിലാണ്. വൽ മുൻജിയതു മിൻ അദാബിൽ ഖബ്രി വഅദാബിൻ നാർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. വഹിയൽ മൻഷൂറുല്ലദീ ലാ യുദ്ഖലുൽ ജന്നതു ഇല്ലാ ബിഹി, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്തില്ല? പ്രവേശിക്കാനുള്ള പാലമാണിത്. അതിലൂടെ അല്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വർഗപ്രവേശനം കരഗതമാവുക സാധ്യമല്ല. വൽഹബ്ലുല്ലദീ ലാ യസ്ലു ഇലല്ലാഹി മൻ ലം യതഅല്ലഖ് ബിസബബി, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ, അവന്റെ വജ്ഹ് കാണാൻ അതിനുള്ളതായ ഹബ്ലും, അതിനുള്ള പാശവുമാണ്, കയറുമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുമായി ബന്ധമില്ലാതെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക തന്നെയില്ല. വഹിയ കലിമത്തുൽ ഇസ്ലാം, ഇത് ഇസ്ലാമിന്റെ വാക്യമാണ്. വമിഫ്താഹു ദാരിസ് സലാം, സ്വർഗത്തിന്റെ താക്കോലാണത്, സമാധാന ഗേഹത്തിന്റെ താക്കോലാണത്. വബിഹാ ഇൻഖസമന്നാസു ഇലാ ഷഖിയ്യിൻ വസഈദിൻ, മനുഷ്യർ വിജയിച്ചവരായും പരാജയപ്പെട്ടവരായും വേർതിരിയുന്നത് ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വമഖ്ബൂലിൻ വത്വരീദിൻ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യരായി തീരുന്നത് ഒരാൾ, അല്ലെങ്കിൽ ആട്ടിയകറ്റപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വബിഹാ ഇൻഫസലത് ദാറുൽ കുഫ്രി മിൻ ദാരിൽ ഈമാൻ, ദാറുൽ കുഫറും ദാറുൽ ഈമാനും വേർതിരിയുന്നത്, മുഅ്മിനീങ്ങളുടെ നാടും കുഫാറുകളുടെ നാടും പരസ്പരം വേർതിരിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിലാണ്. വതമയ്യസത് ദാറുൻ നഈമി മിൻ ദാരി ഷഖാഇ വൽ ഹവാൻ, അനുഗ്രഹങ്ങളുടെ സങ്കേതമായ സ്വർഗവും അതേപോലെ തന്നെ പരാജയത്തിന്റെയും നിന്ദതയുടെയും വീടായ നരകവും വേർതിരിയുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വഹിയൽ അമൂദുൽ ഹാമിലു ലിൽ ഫർളി വസുന്ന, ഫർളുകളും സുന്നത്തുകളും നിർവഹിക്കപ്പെടാൻ അതിന്റെ അമൂദ്, അതിന്റെ തൂൺ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരാൾ ഫർളുകളും സുന്നത്തുകളും ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്? നിർവഹിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല, എന്നാൽ എന്താവൂല? അത് സ്വീകാര്യമല്ല. ഒമൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെ അവസാനത്തെ കലാമ്, സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ് വറൂഹു ഹാദിഹിൽ കലിമത്തി വസുർ, അപ്പോൾ ഈ കലിമത്ത് അതാണ് അതിൻ്റെ അടിസ്ഥാനം. അത് പക്ഷേ കേവലം നാവ് കൊണ്ട് പറയുക എന്നുള്ളതല്ല. ധാരാളം തവണ ഒരാൾ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടെന്നില്ല, കാര്യമില്ല. അതുകൊണ്ട് ഇമാം അവറുകൾ പറയുകയാണ് വറൂഹു ഹാദിഹിൽ കലിമത്തി, ഈ കലിമത്തിൻ്റെ ആത്മാവ്, വസിറുഹ, അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഉള്ള് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുർ റബ്ബി ജല്ല സനാഉഹു, എന്ത് ചെയ്യലാണ്? അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഏതെല്ലാം കാര്യത്തിലാണ്? അള്ളാഹുവിനെ അവൻ ഏകനാക്കലാണ്. അവൻ്റെ പ്രശംസ, അവൻ്റെ സനാഅകൾ പരിശുദ്ധമായിരിക്കുന്നു. വതഖദ്ദസത് അസ്മാഉഹു, അവൻ്റെ നാമങ്ങൾ പരിശുദ്ധമാണ്. വതബാറക ഇസ്മുഹു, അവൻ്റെ നാമങ്ങൾ അനുഗ്രഹീതമാണ്. വതആല ജദ്ദുഹു, അവൻ്റെ മഹത്വം അത്യുന്നതമായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അങ്ങനെയുള്ളതായ റബ്ബിനെ എന്ത് ചെയ്യലാണ്? ഏകനാക്കുക എന്നുള്ളതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അകക്കാമ്പ്, അതിൻ്റെ രഹസ്യം അതാണ്. എന്തെല്ലാം കാര്യത്തിലാണ് ഏകനാക്കേണ്ടത്? ബിൽ മഹബ്ബ, ഒന്നാമതായിട്ട് സ്നേഹത്തിന്റെ കാര്യത്തിലാണ്. സ്നേഹം അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. വൽ ഇജ്ലാലി വത്തഅദീമി വൽ ഖൗഫി വർ റജാ, അതേപോലെ തന്നെ അവനോടുള്ള ആദരവ്, ബഹുമാനം,
അവനോടുള്ള പേടി, അവനിലുള്ള പ്രതീക്ഷ, ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ പ്രതീക്ഷ വെക്കപ്പെടേണ്ടത് ആരോടായിരിക്കണം? അള്ളാഹുവിനോടായിരിക്കണം. പേടിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെ ആയിരിക്കണം. ഇങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. വതവാബിഇദാലിക, ഇവകളുടെ പിന്നിലായിട്ട് വരുന്നതാണ് മിന തവക്കുലി വൽ ഇനാബത്തി വറഗ്ബത്തി വറഗ്ബ, കാര്യങ്ങൾ അവനെ ഭരമേൽപ്പിക്കുക എന്നത്, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നത്, അവനിൽ അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടാവുക എന്നത്, അവനോട് റഹ്ബത്ത് ഉണ്ടാവുക എന്നത്, ഭയമുണ്ടാവുക എന്നത്, ഇതെല്ലാം അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനം തന്നെ ഇപ്പം എന്ത് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞ സ്നേഹം തന്നെയാണ്. അതിൻ്റെ പിന്നാലെയാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള ഇബാദാത്തുകളെല്ലാം വരുന്നത്. ഏത് ഇബാദത്താകട്ടെ, ഈ പറയുന്ന മഹബത്ത്, അതേപോലെ തന്നെ ഖൗഫ് പേടി, റജാ, ഇതില്ലെങ്കിൽ എന്താവൂല? സ്വീകാര്യമാവുകയില്ല എന്നാണ്. ശരിയായ വിധേന നിർവഹിക്കാനേ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമതായിട്ട് എന്ത് ചെയ്യുന്നു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിൽ സ്നേഹത്തോടെയുള്ള പ്രശംസക്കാണെന്ന് പറയുന്നത് ഹംദ് എന്ന് പറയുന്നത്. അർ റഹ്മാൻ റഹീം എന്നുള്ളതിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള റജാ ആണ് വരുന്നത്, പ്രതീക്ഷയാണ്. മാലിക് യൗമുദ്ദീൻ എന്നുള്ളതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് വരുന്നത്. എന്നിട്ട് പറയുകയാണ് ഇയ്യാക നഅ്ബുദു, അള്ളാഹു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന സ്നേഹവും പ്രതീക്ഷയും ഭയവുമെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരാൾ ഇബാദത്ത് ചെയ്താൽ എന്താവുള്ളൂ? അത് യഥാവിധം ഇബാദത്തായി മാറുകയുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാമ്പ് എന്നുള്ളത്. അതുകൊണ്ട് ഫലാ യുഹബ്ബു സിവാഹു, അവനെ അല്ലാതെ സ്നേഹിക്കപ്പെടാൻ പാടില്ല. വകുല്ലു മാ കാന യുഹബ്ബു ഗൈറ, അവനല്ലാതെ ഇനി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെ സ്നേഹിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഫഇന്നമാ യുഹബ്ബു തബഅൻ ലിമഹബ്ബതിഹി, അത് അവനോടുള്ള സ്നേഹത്തിന്റെ താബിയായിട്ട്, പിന്തുടർച്ചയായിട്ട് വരുന്നത് മാത്രമായിരിക്കും. അള്ളാഹു അതിനെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ സ്നേഹിച്ചു എന്നേ ഉള്ളൂ. അള്ളാഹു സ്നേഹിക്കും, അവൻ സ്നേഹിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്തിനെ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ ഇതിനൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ അവനെ മാത്രമേ സ്നേഹിക്കപ്പെടാവൂ. അതിന് പുറമെ ആരെങ്കിലും സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിന്റെ പിന്തുടർച്ചയായി വരുന്നത് മാത്രമായിരിക്കണം. വകൗനിഹി വസീലതൻ ഇലാ സിയാദതി മഹബ്ബതി, അങ്ങനെ വേറെ ആരെങ്കിലും ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ളതായ സ്നേഹത്തിൽ വർധനവുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാകണം അത്. മാതാപിതാക്കളെ സ്നേഹിക്കണം, അത് മുഖേന എന്ത് കിട്ടണം? അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം, അതാണ് ലക്ഷ്യം. അപ്പോൾ ആരെ സ്നേഹിക്കുന്നുവോ ഇതെല്ലാം അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വലാ യുഖാഫു സിവാഹു, അവനെയല്ലാതെ പേടിക്കപ്പെടാൻ പാടില്ല, അവനോടല്ലാതെ പേടിയില്ല. വലാ യുർജാ സിവാഹു, അവനോടല്ലാതെ പ്രതീക്ഷ വെക്കപ്പെടുകയില്ല. വലാ യുതവക്കലു ഇല്ലാ അലൈഹി, അവന്റെ മേലല്ലാതെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുകയില്ല. വലാ യുർഗബു ഇല്ലാ ഇലൈഹി, അവനിലേക്കല്ലാതെ ആഗ്രഹങ്ങൾ വെക്കപ്പെടുകയില്ല. വലാ യുർഹബു ഇല്ലാ മിൻഹു, അവനോടല്ലാതെ ഭയം ഉണ്ടാവുകയില്ല. വലാ യുഹ്ലഫു ഇല്ലാ ബിസ്മിഹി, അവന്റെ പേരുകൊണ്ടല്ലാതെ സത്യം ചെയ്യുകയില്ല. വലാ യുൻദറു ഇല്ലാ ലഹു, അവന് വേണ്ടിയിട്ടല്ലാതെ പ്രതീക്ഷിക്കപ്പെടുകയില്ല. അത് നന്മകൾ എന്ത് ചെയ്യില്ല, തേടുകയില്ല എന്നർത്ഥം. വലാ യുതാബു ഇല്ലാ ഇലൈ, അവനിലേക്കല്ലാതെ പശ്ചാത്തപിച്ചു മടങ്ങുകയില്ല. വലാ യുതാഉ ഇല്ലാ അംറുഹു, അവന്റെ കൽപ്പനകളല്ലാതെ അനുസരിക്കപ്പെടുകയില്ല. വലാ യുതഹസ്സബു ഇല്ലാ ബിഹി, അവനെ കൊണ്ടല്ലാതെ മതിയായി തീരുകയില്ല. മതിയായവൻ അവൻ മാത്രമാണ്, അവനെ കൊണ്ട് മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യുള്ളൂ? മതിയായി തീരുകയുള്ളൂ. വലാ യുസ്തഗാസു ഫിശ്ശദാഇദി ഇല്ലാ ബിഹി, പ്രയാസഘട്ടങ്ങളിൽ അവനോടല്ലാതെ ഇസ്തിഗാസ ചെയ്യപ്പെടുകയില്ല. വലാ യുൽതജഉ ഇല്ലാ ഇലൈഹി, അവനിലേക്കല്ലാതെ അഭയം തേടപ്പെടുകയില്ല. വലാ യുസ്ജദു ഇല്ലാ ലഹു, അവന് മുന്നിലല്ലാതെ സുജൂദ് ചെയ്യപ്പെടുകയില്ല. വലാ യുദ്ബഹു ഇല്ലാ ലഹു വബിസ്മിഹി, അവനല്ലാതെ ബലികർക്കപ്പെടുകയില്ല, അവന്റെ പേരുകൊണ്ടല്ലാതെ എന്ത് ചെയ്യപ്പെടുകയില്ല? അറിവ് നടത്തപ്പെടുകയില്ല. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ അടിസ്ഥാനം തന്നെയാണ് സ്നേഹം തന്നെയാണ്. വയജ്തമിഉ ദാലിക ഫീ ഹർഫിൻ വാഹിദ്, ഇതെല്ലാം തന്നെ ഒരൊറ്റ വാക്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടുന്നു. അതേതാണ്? വഹുവ അല്ലാ യുഅബദ ഇല്ലാ ഇയ്യാ ബിജമീഇ അൻവാഇൽ ഇബാദ, ഇബാദാത്തുകളുടെ ഇനങ്ങൾ എത്രയെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെടുക, ഇബാദാത്തുകൾ മുഴുവൻ അള്ളാഹുവിന് കൊടുക്കുക എന്നുള്ളതാണ്. ഫഹാദാ ഹുവ തഹഖീഖു ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എന്ന ഷഹാദത്തിനെ യാഥാർത്ഥ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് സ്നേഹം അവനോട് സമർപ്പിക്കുക, അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദാത്തുകൾ മുഴുവൻ അവൻ സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇമാമുകൾ പറയുന്നു വലിഹാദ, അക്കാരണത്താൽ ഹറമല്ലാഹു അലന്നാരി,
അള്ളാഹു നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കി. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാ ഹഖീഖത ഷഹാദ, ആരാണോ യഥാവിധം ലാ ഇലാഹ ഇല്ലല്ലക്ക് ഷഹാദത്ത് പറയുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്, അങ്ങനെയുള്ളവന്റെ മേൽ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? നരകത്തെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ ഒരാൾ തഹഖീഖ് ചെയ്താൽ, യാഥാർത്ഥ്യവൽക്കരിച്ചാൽ, അവൻ എന്ത് ചെയ്യൂല? നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹിസാബില്ലാതെ, അദാബില്ലാതെ എന്ത് ചെയ്യും? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമുഹാലുൻ അൻ യദ്ഖുലൻ നാർ, നരകത്തിൽ അവൻ പ്രവേശിക്കുക എന്നുള്ളത് അസാധ്യമാണ്. മൻ തഹഖഖ ബിഹഖീഖതി ഹാദിഹി ഷഹാദതി വഖാമ ബിഹാ, ഈ ഷഹാദത്തിനെ യഥാവിധം ആരാണോ യാഥാർത്ഥ്യവൽക്കരിക്കുന്നത്, അതിൽ നിലകൊള്ളുകയും ചെയ്യുന്നവൻ ആരാണോ, അതിനെന്ത് ചെയ്യുന്നു? വഖാമ ബിഹ എന്നാണ്. അതിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, മറിഞ്ഞു വീഴുന്നില്ല. അതിനെ ശരിയായ വിധം എന്ത് ചെയ്യുന്നു? അവൻ നടത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വല്ലദീന ഹും ബിശഹാദാതിഹിം ഖായിമൂൻ, അവർ അവരുടെ ഷഹാദാത്തുകളെ എന്ത് ചെയ്യുന്നവരാണ്? യഥാവിധം നിർവഹിക്കുന്നവരാണ്, അതിനെ നിർത്തുന്നവരാണ്, നിലനിർത്തുന്നവരാണ്, ഖായിമായിട്ട് നിൽക്കുന്നവരാണ്, നേരെ ചൊവ്വെ നിലനിർത്തുന്നവരാണ്. എന്നാൽ ചില ആളുകളുണ്ട്, ഫയകൂനു ഖായിമൻ ബിശഹാദതിഹി ഫീ ളാഹിരിഹി വബാത്തിൻ. അപ്പോൾ ഈ ആയത്തിൽ പറയപ്പെട്ടത് ഷഹാദത്തിനെ യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ഉള്ളും പുറവും ഈ ഷഹാദത്ത് എന്ത് ചെയ്യും? പ്രകടമായി നിലനിൽക്കും. അത് ഖായിമായിരിക്കും, സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവും. ഫി ഖൽബിഹി വഖാലബി, അവന്റെ ഹൃദയത്തിലും അവന്റെ ബാഹ്യമായ പ്രകൃതത്തിലും. ഫഇന്ന മിനന്നാസ്, എന്നാൽ ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ തകൂനു ഷഹാദത്തുഹു മയ്യിതതൻ, അവരുടെ ഷഹാദത്ത് എന്തായിരിക്കും? മയ്യിത്തത്തായിരിക്കും. അത് മരിച്ചു പോയിട്ടുണ്ടാവും, ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്താവൂല? അത് എഴുന്നേറ്റുകൂല, ഖായിമായിരിക്കുകയില്ല, മരിച്ചു കിടക്കുകയായിരിക്കും അവരുടെ ഷഹാദത്ത്. മരിച്ചു കിടക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം അവനിൽ പ്രതീക്ഷ വയ്ക്കപ്പെടുന്നതിനെന്തില്ല, കാര്യമില്ല എന്നാണ്. ആ രീതിയിൽ മയ്യത്തായി പോയിട്ടുണ്ടാവും ചില ആളുകളുടെ ഷഹാദത്ത്. വമിൻഹും മൻ തകൂനു നായിമതൻ ഇദാ നുബ്ബിഹത് ഇൻതബഹത്, മനുഷ്യരിൽ വേറെ ചില ആൾക്കാരുണ്ട്, അവരുടെ ഷഹാദത്ത് എന്ത് ചെയ്യാണ്? ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചുണർത്തിയാൽ എന്ത് ചെയ്യും? ഉണരാൻ സാധ്യതയുണ്ട്. മരിച്ചു പോയിട്ടില്ല. അവരുടെ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയിലുള്ള ഷഹാദത്ത് എന്ത് ചെയ്തിട്ടില്ല? ഇല്ലാതെ മരിച്ചു പോയിട്ടില്ല. ഉറക്കത്തിൽ മാത്രമേയാണുള്ളൂ. ഉറക്കത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വിളിച്ചാൽ അവൻ എന്ത് ചെയ്യും? ഉണരും എന്നുള്ളതാണ്. വമിൻഹും മൻ തകൂനു മുൽതജിഅ, വേറെ ചില ആളുകളുടെ ഷഹാദത്ത് കിടക്കുകയാണ്. മയ്യത്തുമല്ല, ഉറങ്ങിയിട്ടില്ല, എന്നാൽ ഇങ്ങനെ വെറുതെ കിടക്കണ അലസന്മാരാണ് അവർ. അലസന്മാരെ കുറിച്ചാണ് പറയുന്നത്. മടി കാരണത്താൽ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിടന്ന് സമയം കളയുകയാണ്. വമിൻഹും മൻ തകൂനു ഇലൽ ഖിയാമി അഖറബ്, വേറെ ചില ആളുകൾ അത് നിലനിർത്തുന്നുണ്ട്, പക്ഷെ നേരത്തെ ആയത്ത് പറഞ്ഞതുപോലെ ഖായിമല്ല, നേരെ നിലനിൽക്കുന്നില്ല. നൃത്തത്തിനോട് എന്ത് ചെയ്യുന്നുണ്ട്? അഖറബാണ്. നിൽക്കുവാണെന്ന് വെച്ചാൽ നിൽക്കുവാണ്, അതിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഇരിക്കുകയാണ്, ആ അവസ്ഥയിലാണ്. വഹിയ ഫിൽ ഖൽബി, അപ്പോൾ ഇതാണ് മനുഷ്യന്മാരുടെ ഷഹാദത്തിലുള്ളതായ അവസ്ഥ. എന്നിട്ട് ഇമാമുകൾ പറയാണ്, വഹിയ, ഈ ഷഹാദത്ത്, ഫിൽ ഖൽബി, ഒരാളുടെ ഹൃദയത്തിൽ, ബിമൻസിലത്തി റൂഹി ഫിൽ ബദൻ, ശരീരത്തിന് റൂഹ് എങ്ങനെയാണോ, റൂഹിന്റെ സ്ഥാനം എന്താണോ, അതാണ് ഒരാളുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഷഹാദത്ത്. ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ടാൽ എന്താവും? ബോഡി മരിച്ചു പോവും, അവനെന്ത് ചെയ്യും? ജീവനില്ലാത്ത വസ്തുവായി പോവും. അതേപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് ഈ ഷഹാദത്ത് നീക്കം ചെയ്യപ്പെട്ടാൽ എന്തായി മാറും? ഹൃദയവും മരിച്ചു പോകും എന്നുള്ളതാണ്. ഫറൂഹുൻ മയ്യിത്തത്തുൻ, അപ്പോ മയ്യിത്തത്തായ എന്തുണ്ട്? റൂഹ്. വറൂഹുൻ മരീദത്തുൻ, വേറെ ചില റൂഹ് എന്തായിരിക്കും? അത് രോഗം ഉണ്ടായിരിക്കും, മരിച്ചു പോയിട്ടുണ്ടാവില്ല, പിന്നെന്തായിരിക്കും? രോഗാതുരമായിരിക്കും. ഇലൽ മൗത്തി അഖറബ്, കൂടുതലും മരണത്തിനോട് ആസന്നമായ രീതിയിലായിരിക്കും. വറൂഹുൻ ഇലൽ ഹയാത്തി അഖറബ്, വേറെ ചില റൂഹുകൾ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന റൂഹായിരിക്കും. വറൂഹുൻ സ്വഹീഹത്തുൻ ഖായിമത്തുൻ ബിമസാലിഹിൽ ബദൻ, വേറെ ചില റൂഹുകൾ എന്തായിരിക്കും? അത് നല്ല ആരോഗ്യ ദൃഢഗാത്രമായിരിക്കും, ശരീരത്തിന്റെ ബദനിന്റെ മസാലിഹകൾ നിലനിർത്താൻ പാകത്തിനുള്ള റൂഹായിരിക്കും. എന്നതുപോലെ തന്നെയാണ് എന്ത്? ഷഹാദത്ത്. ഷഹാദത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഹൃദയത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ശക്തമായി നിലനിൽക്കുന്നുവോ അത്രത്തോളം എന്ത് ചെയ്യും? ഹൃദയത്തിന് അതിൻ്റെതായ
ജീവൻ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഖൽബ് മരിച്ചു പോകും എന്നർത്ഥം. വഫിൽ ഹദീഥി സ്വഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹായ ഹദീഥിൽ കാണാം, ഇമാം അഹ്മദും നസായിയും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമ, എനിക്ക് ഒരു കലിമത്ത് അറിയാം, ലാ യഖൂലുഹാ അബ്ദുൻ ഇൻദൽ മൗതി, മരണവേളയിൽ ഒരടിമയും ആ വാക്യം പറയുന്നില്ല, ഇല്ലാ വജദതു റൂഹുഹു ലഹാ റൗഹ, അവൻ്റെ ആ റൂഹ് മരണവേളയിൽ അതിൻ്റെ പരിമളം ലഭിച്ചിട്ടല്ലാതെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ അതിൻ്റെ പരിമളം എന്ത് ചെയ്യാൻ സാധിക്കും, അവൻ ആസ്വദിക്കാൻ സാധിക്കും ആ റൂഹിനെ. അപ്പോൾ ആ റൂഹ് ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളിൽ കാണാം, ആ റൂഹുമായി പോകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് വളരെ സുന്ദരമായ വാസന എന്ത് ചെയ്യും, പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ആ വാസനയെ സംബന്ധിച്ച് മലായിക്കത്ത് ചോദിക്കുമെന്നാണ്, ഇതാരുടെ റൂഹാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമെന്നാണ്. ഫഹയാത്തു ഹാദിഹി റൂഹി ബിഹയാത്തി ഹാദിഹിൽ കലിമത്തി ഫിഹ, അപ്പോൾ ഈ റൂഹിൻ്റെ ഈ പറയുന്ന ജീവൻ അത് ബിഹയാത്തി ഹാദിഹിൽ കലിമത്തി ഫിഹ, അതിൽ ഈ കലിമത്തിൻ്റെ, കലിമത്തു തൗഹീദിൻ്റെ ഹയാത്ത് എത്രയുണ്ടോ അതനുസരിച്ചാണ്. ഫകമാ അന്ന ഹയാത്തൽ ബദനി ബിവുജൂദിർ റൂഹി ഫീ, ശരീരത്തിൻ്റെ ഹയാത്ത് എപ്പോഴാണ് നിലനിൽക്കുക, അതിൽ റൂഹുണ്ടെങ്കിലാണ്. അപ്പോൾ ശരീരത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിലെന്ത് വേണം, റൂഹ് വേണം. റൂഹിന് ജീവൻ വേണമെങ്കിൽ എന്ത് വേണം, ഈ കലിമത്ത് വേണം. ശരീരത്തിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന റൂഹ് വേണം. റൂഹ് ഈ പറയുന്ന പരിമളം പടർത്തുന്ന ജീവനുള്ള റൂഹായി മാറണമെങ്കിൽ അതിലെന്ത് വേണം, ഈ കലിമത്തുണ്ടായിത്തീരേണ്ടതുണ്ട്. വകമാ അന്നമൻ മാത അലാ ഹാദിഹിൽ കലിമ, എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഒരാൾ ഈ കലിമത്തിൻ്റെ മേലായി കൊണ്ട് മരിച്ചു, ഫഹുവ ഫിൽ ജന്നതി യതഖല്ലബു ഫിഹ, എന്നാൽ എന്ത് ചെയ്യും, അവൻ സ്വർഗത്തിലേക്ക് പോകും. ആ റൂഹ് അതെന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. ഫമൻ ആഷ അലാ തഹ്ഖീഖിഹ, അതേപോലെ തന്നെ ഈ കലിമത്തിനെ തഹ്ഖീഖ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ, വൽ ഖിയാമി ബിഹ, ആ ഷഹാദത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരാൾ ജീവിച്ചാൽ, ഫറൂഹുഹു തതഖല്ലബു ഫീ ജന്നത്തിൽ മഅ്വാ, അവൻ്റെ ആ റൂഹ് എന്ത് ചെയ്യും, ജന്നത്തുൽ മഅ്വയിൽ വസിക്കുന്നതാണ്. അതായത് ഭൂമിയിൽ ഇവിടെ എന്തുണ്ട്, ഒരു സ്വർഗമുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ റൂഹ് എവിടേക്ക് പോകും, സ്വർഗത്തിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ ഷഹാദത്തിനെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് അതിൽ നിലകൊള്ളുന്നവനായി ഒരാൾ ജീവിച്ചാൽ ഇവിടെ തന്നെ എന്ത് ചെയ്യും, ആ റൂഹ് ജന്നത്തുൽ മഅ്വയിൽ നിലകൊള്ളും. വഐഷുഹു വഅത്യബു ഐഷിൻ, അവൻ്റെ ജീവിതം ഏറ്റവും ഉചിതമായ, ഏറ്റവും ശുദ്ധമായ, സന്തോഷകരമായ ജീവിതമായിരിക്കും ഭൂമിയിൽ അവൻ ജീവിക്കുക. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, അപ്പോൾ ആരാണോ തൻ്റെ റബ്ബിൻ്റെ മഖാമിനെ പേടിച്ച് ജീവിക്കുന്നവൻ, വനഹൻ നഫ്സ അനിൽ ഹവാ, ഇച്ഛകളെ തൊട്ട് സ്വന്തം നഫ്സിനെ തടുക്കുകയും ചെയ്യുന്നവൻ ആരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന് ജന്നത്താണ്, സ്വർഗമാണ് അവൻ്റെ അഭയകേന്ദ്രം. അതുകൊണ്ട് ഫൽ ജന്നത്തു മഅ്വാഹു യൗമൽ ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്തുണ്ട്, അവൻ്റെ അഭയകേന്ദ്രം സ്വർഗമായിരിക്കും. അതേപോലെ തന്നെ വജന്നത്തുൽ മഅരിഫ, മഅരിഫത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ സ്വർഗം, വൽ മഹബ്ബ, സ്നേഹത്തിൻ്റെ, വൽ ഉൻസി ബില്ലാ, അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഹ്ലാദം, അതിൻ്റെ സ്വർഗം, വഷൗഖ് ഇലാ ലിഖാഇ, അവനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ സ്വർഗം, വൽ ഫറഹി ബിഹി, അവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സ്വർഗം, വൽറിളാ ബിഹി വഅൻഹു, അവനിലുള്ള തൃപ്തി, അവൻ ഇവനെ തൃപ്തിപ്പെടുന്നതിൻ്റെ ആ സ്വർഗം, മഅ്വാ റൂഹിഹി ഫീ ഹാദിഹി ദാർ, അതെല്ലാം ഈ ദുനിയാവിൽ അവൻ്റെ റൂഹിന് ലഭിക്കുന്ന റൂഹിൻ്റെ എന്തായിരിക്കും, അഭയകേന്ദ്രമായിരിക്കും. അപ്പോൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന് സ്വർഗമുണ്ട് എന്നതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ തന്നെ അവരുടെ റൂഹ് എന്ത് ചെയ്യുന്നു, ഈ സ്വർഗത്തെ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ സ്വർഗത്തെ അവനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന് എന്താണ് പറയുക, അത് മഹബത്തിൻ്റെ, മാരിഫത്തിൻ്റെ, അള്ളാഹുമായി ഉള്ള ബന്ധത്തിൻ്റെ ഉൻസ്, ആഹ്ലാദം, അതേപോലെ തന്നെ അവനെ കണ്ടുമുട്ടാനുള്ളതായ ഷൗക്ക്,
അതിയായ ആഗ്രഹം, അവനിലുള്ളതായ സന്തോഷം, അവൻ്റെ തൃപ്തി, ഇങ്ങനെ അനുഭവിക്കുന്ന സ്വർഗം ഇവിടെ തന്നെ എന്ത് ചെയ്യും? അവൻ്റെ റൂഹ് അനുഭവിക്കും. ഫമൻ കാനത്ത് ഹാദിഹിൽ ജന്നത്തു മഅവാഹു ഹാഹുന, ആരുടെ അഭയകേന്ദ്രം ഇവിടെ ഈ ഭൂമിയിൽ സ്വർഗമാണോ, കാനത്ത് ജന്നത്തുൽ ഖുൽദി മഅവാഹു യൗമൽ മിആദ്, മടക്ക ദിവസത്തിൽ അവന്റെ അഭയകേന്ദ്രം എന്തായിരിക്കും? ജന്നത്തുൽ ഖുൽദ് ആയിരിക്കും, ശാശ്വത സ്വർഗമായിരിക്കും. അപ്പൊ ആർക്കാണോ ഇവിടെ വെച്ചിട്ട് ആ സ്വർഗം കരഗതമാക്കാൻ സാധിക്കുക, അവന് യൗമുൽ മിആദില് മടക്കത്തിന്റെ ദിവസം എന്തായിരിക്കും? അവന് ശാശ്വതമായ സ്വർഗം ലഭിക്കും. എന്നാൽ വമൻ ഹുരിമ ഹാദിഹിൽ ജന്നത, ഇവിടെയുള്ള സ്വർഗം ആർക്കാണോ നിഷേധിക്കപ്പെടുക, ഫഹുവ ലിതിൽകൽ ജന്നതി അഷദ്ദു ഹിർമാന, അവനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ സ്വർഗം അത് എന്ത് ചെയ്യും? അവന് തടയപ്പെടുന്നതാണ്. ഇതിനേക്കാൾ ശക്തമായിട്ട് എന്ത് ചെയ്യും? അവിടെ തടയപ്പെടും. ഇവിടെ ആ സ്വർഗം ഒരാൾക്ക് ലഭിക്കുന്നില്ലയോ, നാളെ ആഖിറത്തിലും അത് ലഭിക്കുകയില്ല. വൽ അബ്റാറു ഫിൻ നഈമി, നന്മ ചെയ്യുന്ന ആളുകൾ അനുഗ്രഹങ്ങളിലായിരിക്കും. വ ഇനിഷ്തദ്ദ ബിഹിമുൽ ഐഷ്, ചിലപ്പോൾ ജീവിതത്തിൽ വലിയ കഠിനമായ പ്രയാസങ്ങളും ചെയ്തേക്കാം, നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ തന്നെയും അവൻ എന്താണ്? അനുഭൂതികളിലായിരിക്കും. വദാഖത്ത് അലൈഹിമുദ് ദുനിയ, ദുനിയാവ് ചിലപ്പോൾ അവർക്ക് ഇടുങ്ങിയതായി തോന്നിയേക്കാം പല പ്രയാസങ്ങൾ കാണുമ്പോൾ. എന്നാലും അവരുടെ ജീവിതം, അവരുടെ മനസ്സെന്തായിരിക്കും? നഈമിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും. എന്നാൽ വൽ ഫുജ്ജാറു, തമ്മാടികളായ ആളുകൾ, ഫി ജഹീമിൻ, അവർ നരകത്തിലായിരിക്കും. ഭൂമിയിൽ തന്നെ അവരെവിടെയാണ്? നരകത്തിലാണ്, പ്രയാസങ്ങളിലാണ്. വ ഇനി തസഅത അലൈഹിമുദ് ദുനിയ, ദുനിയാവ് അവർക്ക് എത്ര വിശാലമാണെങ്കിലും, അവർക്ക് ധാരാളം സമ്പത്തുണ്ട്, ധാരാളം സൗകര്യങ്ങളുണ്ട്, വലിയ വലിയ സ്ഥാനമാനങ്ങളുണ്ട്, എങ്ങനെയാണെങ്കിലും ഫുജ്ജാറുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്താണ്? അത് അവർക്ക് നരകം തന്നെയാണ്. അവരുടെ മനസ്സെന്തായിരിക്കും? പ്രയാസത്തിലായിരിക്കും എന്നുള്ളതാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ സൽകർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, ഈമാനോട് കൂടിയിട്ട് സൽകർമ്മം ചെയ്താൽ, ഫലനുഹയ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, നിശ്ചയമായി നാം അവൻ എന്ത് ചെയ്യും? ത്വയ്യിബായ, ഏറ്റവും നല്ല ജീവിതം അവന് നാം കൊടുക്കുന്നതാണ്. വത്വീബുൽ ഹയാത്തി ജന്നത്തു ദുനിയ, ഇവിടെ നല്ല ജീവിതം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുനിയാവിലെ സ്വർഗം കൊടുക്കുമെന്നാണ്. ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മഹബത്തിൻ്റെ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സന്തോഷം ആകുന്ന സ്വർഗമാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ വഴി കാണിച്ചു കൊടുക്കാൻ, ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നാൽ യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യും? അവൻ്റെ നെഞ്ചിന് വിശാലത കൊടുക്കും. വമൻ യുരിദ് അൻ യുദില്ലഹു, ഏതൊരുവനെയാണോ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത്, യജ്അൽ സ്വദ്റഹു ദയ്യിഖൻ ഹറജ, അവൻ്റെ ഹൃദയത്തെ അല്ലാഹു എന്ത് ചെയ്യും? ഞെരുക്കിയതാക്കി, കുടുസാക്കി കളയുന്നതാണ്. ഫഅയ്യു നഈമിൻ അത്വയബു മിൻ ശർഹി സ്വദ്ർ, ഹൃദയം വിശാലമാവുക എന്നുള്ളതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഏതാണുള്ളത്? മനസ്സ് വിശാലമാവുക, അതിൽ സന്തോഷമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വഅയ്യു അദാബിൻ അമറു മിൻ ദീഖി സ്വദ്ർ, ഹൃദയം കുടുസാകുന്നതിനേക്കാൾ വലിയ അദാബ് വേറെ ഏതാണുള്ളത്? ഒരാൾ, അവൻ്റെ മനസ്സ് ഇടുങ്ങിയതാണ്, വലിയ ഭാരമാണ് ഹൃദയത്തിൽ, വലിയ പ്രയാസമാണ്. എന്നാൽ പിന്നെ അതാണ് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതിനേക്കാൾ വലിയ ശിക്ഷ വേറെ ഏതാണുള്ളത്? വഖാല തആല, അല്ലാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അറിയണേ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ വലിയകൾ, അവനുമായി ഈ രീതിയിൽ ബന്ധം സ്ഥാപിച്ച ആളുകൾ, ലാ ഖൗഫുൻ അലൈഹിം, അവരെ സംബന്ധിച്ച് അവരുടെ മേൽ ഇനി എന്തില്ല? ഒരു ഭയപ്പാടുമില്ല. വലാഹും യഹ്സനൂൻ, അവരെന്തും ചെയ്യേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല, അവർക്ക് മുന്നിലും പേടിക്കാനൊന്നുമില്ല, കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ച് യാതൊരു ദുഃഖങ്ങളുമില്ല, ഖേദങ്ങളുമില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവരെങ്ങനെയുള്ളവരാണ്? അവർ ഈമാനുള്ളവരാണ്, തഖ്വ പുലർത്തിയിരിക്കുന്നതായ ആളുകളാണ്. ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ, അവർക്കെന്തുണ്ട്? ഈ ദുനിയാവിൽ തന്നെ സന്തോഷമുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. വഫിൽ ആഖിറ, അതേപോലെ തന്നെ ആഖിറത്തിലുമുണ്ട്. ലാ തബ്ദീല ലികലിമാത്തിൽ, അള്ളാഹുവിൻ്റെ കലിമാത്തുകൾക്കെന്നില്ല ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും മഹത്തായ വിജയമാകുന്നത്. അതുകൊണ്ട് ഫൽ മുഅ്മിനുൽ മുഖ്ലിസു ലില്ലാഹ്, അള്ളാഹുവിനോട് ഇഖ്ലാസു കാണിക്കുന്ന ഒരു മുഅ്മിൻ, മിൻ അത്വയബിൻ നാസി ഐഷ, അവനായിരിക്കും ജീവിതം ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുന്നവൻ.
വഅൻഅമിഹിം ബാല, അവരുടെ അവസ്ഥയായിരിക്കും ഏറ്റവും നിഅമത്തുള്ള അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ അവരുടേതായിരിക്കും. വഅശ്റഹിഹിം സദ്റ, അവരുടെ ഹൃദയങ്ങളായിരിക്കും ഏറ്റവും വിശാലമായത്. വഅസല്ലിഹിം ഖൽബ, ഏറ്റവും സന്തുഷ്ടമായ ഹൃദയം അവരുടേതായിരിക്കും. വഹാദിഹി ജന്നത്തുൻ ആജിലത്തുൻ ഖബ്ലൽ ജന്നത്തിൽ ആജില, ഇത് നാളെ ലഭിക്കാൻ പോകുന്ന സ്വർഗത്തിന് മുന്നേ ഇവിടെ ലഭിക്കുന്ന സ്വർഗമാണ് ഈ പറയുന്ന സന്തോഷം എന്നുള്ളത്. അതിനുശേഷം ഇമാമുകൾ പറയുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിരിയാദുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലൂടെ നടന്നു പോയാൽ ഫർതഉ, ആ തോപ്പിൽ കയറി എന്ത് ചെയ്യുക, മേഞ്ഞുകൊള്ളുക. സ്വഹാബികൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, ഏതാണ് നബിയെ സ്വർഗത്തിന്റെ തോപ്പ്? ഖാല ഹീലഖു ദിക്ർ, അത് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന, അവന്റെ ദീൻ പഠിക്കുന്ന, ഹറാമ ഹലാലുകളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ദീനിന്റെ മജ്ലിസുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതെന്താണ്? സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒമിൻ ഹാദാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽപ്പെട്ടത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യം, മാ ബൈന ബൈതി വമിൻബരി റൗദത്തും മിൻ റിയാദുൽ ജന്ന, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒമിൻ ഹാദാ ഖൗലുഹു വഖദ് സഅലൂഹു അൻ വിസാലിഹി ഫിസ്സൗം, ഇത് തന്നെയാണ്, ഈ വിഷയം തന്നെയാണ് പരാമർശിക്കുന്നത്. സ്വഹാബികളിൽ ചിലർ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായ നോമ്പാണെന്ത്? വിസ്വാല് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോമ്പ് തുടങ്ങിയാൽ എന്ത് ചെയ്യൂല, മഗ്രിബിന്റെ സമയത്ത് അവശേഷിക്കൂല, അവസാനിപ്പിക്കുകയില്ല. തുടർച്ചയായിട്ട് എന്ത് ചെയ്യും, രാത്രിയിലും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമായ നോമ്പാണ്, മറ്റാർക്കും എന്തല്ല, അത് അനുവദനീയവുമല്ല. ഇങ്ങനെയുള്ള നോമ്പിനെ കുറിച്ച് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ ഹൈഅത്തിലുള്ള ആളല്ല, നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ ശരീരഘടനയല്ല എൻ്റേത്. ഇന്നി അദല്ലു ഇൻദ റബ്ബി യുത്ഇമുനി വയസ്ഖീനി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കലായിക്കൊണ്ടേയിരിക്കും. ഏതവസ്ഥയിൽ? അവൻ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷിപ്പിക്കുന്നുണ്ട്, അവൻ എനിക്ക് നൽകുന്നുണ്ട്, എന്നെ കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫഅഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നമാ യഹ്സുലു ലഹു മിനൽ ഗിദാഇ ഇൻദ റബ്ബി യഖൂമു മഖാമ ത്വആമി വശറാബിൽ ഹസി, അള്ളാഹുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നോമ്പിലൂടെ നമസ്കാരത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന ഊർജം, അത് ആത്മീയമായ ഊർജമാണ്. ആ ഊർജം എന്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു? ഭൗതികമായ ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യം ലഭിക്കുന്നുണ്ട്, നിലനിൽക്കാനുള്ളതായ കഴിവ് ലഭിക്കുന്നുണ്ട്. വഅന്നമാ യഹ്സുലു ലഹു മിൻ ദാലിക അംറുൻ യഖ്തസ്സു ബി, ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്നതായ ഈ കാര്യം അത് നബിക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. വേറെ ആർക്കും ചെയ്യില്ല. ഈ പറയുന്ന രീതിയിലുള്ള വിസ്വാൽ നോമ്പെടുക്കുക എന്നുള്ളത് സാധ്യമല്ല, അത് എന്തായാലും അനുവദിക്കപ്പെട്ടതല്ല. വലാ യുശാരിക്കുഹു ഫീഹി ഗൈറു, വേറൊരാളും അതിലെന്ത് ചെയ്യില്ല, അവരോട് പങ്കാവുകയുമില്ല. فإذا أمسك عن الطعام والشراب فله عنه عوض يقوم مقامه وينوب منابه ويغني عنه. അപ്പോൾ فإذا أمسك عن الطعام, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, പാനീയം കുടിക്കാതിരിക്കുന്നു, ഫലഹു അൻഹു ഇവദുൻ, അതിന് പകരമായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്നു. യഖൂമു മഖാമഹു വയനൂബു മനാബു, അതിന് സ്ഥാനത്തുള്ള വേറൊന്നും എന്ത് ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്നതിന് വയുഗ്നി അൻഹു, അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഊർജ്ജം അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉപോത്ബലകമായ ഒരു കവിത മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് ലഭിക്കും. ചില ആളുകളോട് അതികഠിനമായ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ മറന്നു, പാനീയം കുടിക്കാൻ മറന്നു, എത്ര സമയം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പട്ടിണി കിടക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ശേഷം പറയുന്നത്. ഭക്ഷണത്തെ തൊട്ട് പാനീയത്തെ തൊട്ട് മറപ്പിച്ച് കളയുന്ന, അശ്രദ്ധയാക്കി കളയുന്നതായ സംസാരങ്ങൾ ഇന്ന സ്ത്രീയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, മനുഷ്യന്മാർക്ക് തന്നെയുണ്ട്, എന്ത് ചെയ്യും,
ഭക്ഷണം കഴിക്കേണ്ടതുണ്ടാവില്ല, പാനീയം കഴിക്കേണ്ടതുണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുമായിട്ടുള്ള സ്നേഹം ഒരാൾക്ക് ശക്തമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സ്വർഗം ഇവിടെ വെച്ച് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.